എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല. ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ. ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ്. 2024 പൂരാട നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് കാണുന്നത്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകളൊക്കെ ആലോചിക്കാതെയുള്ള എടുത്ത് ചാടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണമാകുന്നതാണ്. അതൊക്കെ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ശ്രദ്ധിക്കണം. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ സഹായ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹായ വാഗ്ദാനങ്ങളൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. തൊഴിൽപരമായി ഉള്ള പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. സുഖസൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി പുതിയ വഴികളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കും. അതുപോലെ ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം കാണുന്നുണ്ട്. പിതാവിൻ്റെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. ആരോഗ്യ സംബന്ധമായി അനുഭവപ്പെട്ടിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. കുടുംബത്തെ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ മടി മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും മുടക്കം വരുത്തുന്നതാണ്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ചതി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതും ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് നിന്നൊക്കെ ധനലാഭം കാണുന്നുണ്ട്. അതുപോലെ ദൂരയാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹായം ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടം ചെയ്യുന്നവർക്ക് ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ വിദേശ ജോലിക്കൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മാർച്ച്, ഏപ്രിൽ മാസമാകുമ്പോഴേക്കും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഉദ്ദേശിച്ച ഫലം കാണുകയില്ല. അതുപോലെ നാൽക്കാലി വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ നാൽക്കാലികളിൽ നിന്ന് പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ സന്താനങ്ങളുടെ സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ വ്യാപാരികൾക്കൊക്കെ പ്രതീക്ഷിക്കാതെ ചില ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ അനാവശ്യമായ തർക്കങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ശ്രദ്ധിക്കണം. കാർഷിക രംഗത്തൊക്കെ മികവ് കാട്ടാൻ സാധിക്കുന്നതാണ്. രോഗമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം ഒരു പരിധിവരെയൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ മുടങ്ങിയ പുണ്യകർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ബന്ധുജനങ്ങൾ മൂലം ചില കഷ്ടതകളൊക്കെ അനുഭവിക്കാനുള്ള സമയം കൂടിയാണ്. അതുപോലെ നമുക്കിഷ്ടപ്പെട്ട ആൾക്കാർ, ഒന്നീ സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, ഇവരുടെയൊക്കെ വേർപാട് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണ്. അതുപോലെ മുൻകോപം ഒഴിവാക്കണം, ക്ഷമയില്ലായ്മ ഒഴിവാക്കണം. ഇതൊക്കെ ഈ സമയത്ത് ചെയ്യേണ്ടതാണ്. മെയ്, ജൂൺ മാസമാകുമ്പോഴേക്കും ഉണ്ടായിരുന്ന കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ കരകയറാൻ സാധിക്കുന്നതാണ്. അതുപോലെ രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം കാണുന്നുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളൊക്കെ ചെറിയ മനക്ലേശത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. അനാവശ്യമായ ചിന്തകളൊക്കെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് മെയ്, ജൂൺ മാസം. അതുപോലെ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ധനമൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ചെറിയ ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തൊഴിൽ രംഗത്ത് മടി ഒക്കെ കാട്ടുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. മേന്മയുള്ള വിവാഹം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് മേന്മയുള്ള വിവാഹബന്ധമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ സഹപ്രവർത്തകരുടെയൊക്കെ വിരോധം മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ്. സാമ്പത്തികപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ അസൂയാലുക്കളെയൊക്കെ അകറ്റി നിർത്തണം. ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് അവരെയും മാറ്റി നിർത്താൻ ശ്രദ്ധിക്കുക. അനാവശ്യമായി ഒരു സ്ഥലത്തും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതിരിക്കുക. ഗ്രഹമൊക്കെ മോടി പിടിപ്പിക്കാൻ ആലോചിക്കുന്നവർക്കാണെങ്കിൽ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ കാലമാണ്.
വെട്ടി തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉദ്യോഗസ്ഥലത്തും ഒഴിവാക്കേണ്ടതാണ്. പലവിധത്തിലുള്ള സുഖസൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്നുണ്ട്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഔദ്യോഗിക രംഗത്തുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ധനപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ദാമ്പത്യ കലഹവും മാറിക്കിട്ടുന്നതാണ്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളായി അവർക്ക് മോശം സമയമാണെങ്കിൽ അതൊക്കെ മാറി കലാരംഗത്തൊരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കുന്ന സമയം കൂടിയാണ്. അതുപോലെ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിവാഹത്തിന് ഉള്ള സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ കഴിയുന്നതാണ്. ചിലവുകൾ പക്ഷേ അധികരിക്കുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. അതുപോലെ ചെറിയ ചില അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ആർക്കെങ്കിലും വാക്ക് കൊടുത്തെങ്കിൽ അതൊക്കെ പാലിക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളുമായി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പുതിയ ചില ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാനുള്ള യോഗവുമുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ദുഷ്പേര് ഉണ്ടാകുന്നതാണ്. അതുപോലെ പിതാവിൻ്റെ സൈഡിൽ നിന്നും മാതാവിൻ്റെ സൈഡിൽ നിന്നും ഒക്കെയുള്ള ബന്ധുക്കളുടെ സഹായവും കൂടുന്നതാണ്. എതിർപ്പുകളൊക്കെ ധാരാളം ഉണ്ടാകും, എന്നാൽ അതിനെല്ലാം അതിജീവിക്കാൻ കഴിയുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ. അതുപോലെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഭൂമി വാങ്ങുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ധനയോഗവും ഉണ്ടാകുന്നതാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്നതാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ മാതാവിൻ്റെ വീട്ടുകാരുടെ എതിർപ്പൊക്കെ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. അവരുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ മേലുദ്യോഗസ്ഥരുമായി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായെങ്കിൽ ആ പ്രശ്നമൊക്കെ അല്പം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ഊഹക്കച്ചവടം ചെയ്യരുത്. ഊഹക്കച്ചവടത്തിൽ ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കർഷകർക്ക് കാലം അനുകൂലമായ സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. പൊതുരംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പൊതുരംഗത്തൊക്കെ അവർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ധനമൊക്കെ തിരിച്ചു കിട്ടുന്നതാണ്. ഈശ്വരാനുഗ്രഹമൊക്കെയുള്ള സമയമാണ്. ഈ സമയത്ത് പങ്കാളിത്ത ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയം മാറ്റിവെക്കണം. പങ്കാളിത്ത ബിസിനസ്സിന് പറ്റിയ സമയമല്ല. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കൊക്കെ പല കാര്യങ്ങളിലും തയ്യാറാകണം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ ഇടയുണ്ട്. ഇഷ്ടജനങ്ങളെയൊക്കെ ശത്രുക്കളാക്കി മാറ്റാൻ ഒരിക്കലും ശ്രമിക്കരുത്. സ്വന്തം പ്രയത്നം കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ വാഹന ഇടപാടുകളിലുമൊക്കെ ശ്രദ്ധിക്കണം. വാഹന ഇടപാടുകളിലൊക്കെ നഷ്ടമുണ്ടാകാം. അതുപോലെ സന്താനങ്ങൾക്ക് ഉന്നത ജോലി ലഭിക്കുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങളിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സൗഭാഗ്യങ്ങളൊക്കെ തിരിച്ച് കിട്ടുന്നതാണ്. അതുപോലെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നൊക്കെ ധനയോഗം കാണുന്നുണ്ട്. അതുപോലെ വ്യാപാര രംഗത്തും നമുക്ക് പഴയ ഒരു പ്രതാപമൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് കലാരംഗത്ത് ശോഭിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള ബഹുമതികളും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ്. മാതാവിൻ്റെ സൈഡിൽ നിന്നുള്ള സ്വത്തുക്കളൊക്കെ അനുഭവയോഗ്യമാകുന്നതാണ്. അതുപോലെ ചിലവുകൾ അധികരിക്കുന്നതാണ്. അതുപോലെ അന്യസ്ത്രീകളോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. കടബാധ്യതകളൊക്കെ തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ്. അതുപോലെ സന്താനങ്ങൾക്കൊക്കെ തൊഴിൽ ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ ബന്ധുക്കളിൽ നിന്ന് ധനസഹായമൊക്കെ ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന അലസത ഒക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശംസകളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ സത്യസന്ധമായി പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അർഹതയില്ലാത്തവരെയൊക്കെ ഒഴിവാക്കിയില്ലെങ്കിൽ കർമ്മരംഗത്തൊക്കെ ഒരു തിരിച്ചടി കിട്ടുന്ന ഒരു സമയമാണ്. അതിനാൽ അവിടെയൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് രോഗങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ധനസഹായമൊക്കെ ലഭിക്കുന്നതാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുക, പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. അതുപോലെ സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രീതി നേടുകയും ചെയ്താൽ സർവ്വദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു സമയമാകട്ടെ 2024. നന്ദി, നമസ്കാരം.